വിദ്യാരംഭം ചെയ്യിക്കേണ്ടത്. ഞങ്ങളൊക്കെ വിദ്യാരംഭം ചെയ്യിപ്പിച്ചത് ഒരു കുഞ്ഞിനി മാഷ് എന്ന് പറഞ്ഞ മാഷ് വീട്ടിൽ വന്ന് വിളക്ക് കത്തിച്ച് വെച്ച് ഗണപതിക്ക് വെച്ച് എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് എങ്ങനെ അരി ഇങ്ങനെ എഴുതിച്ച് നാവിൽ എഴുതിപ്പിച്ചതെന്നും അതിനുശേഷം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എന്താ? ഇപ്പോൾ മാതൃഭൂമി മനോരമ എന്നൊക്കെ എഴുതിക്കുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തി. മനോരമ എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ പേരാണ് വിദ്യാരംഭം ചെയ്യിപ്പിക്കുന്നത്. മാതൃഭൂമി ഇത് ആണോ? അങ്ങനെയാണോ വേണ്ടത്? അല്ല. വിദ്യാരംഭത്തിന് ചെയ്യിക്കേണ്ടത് എന്താണ്? അക്ഷരം പരം ബ്രഹ്മ. അക്ഷരം എന്ന് പറയുന്നത് ക്ഷതമില്ലാത്തത്, മരണമില്ലാത്തത്. ആ അക്ഷരം ബ്രഹ്മമാണ്, ഈശ്വരനാണ്. അങ്ങനെയുള്ള അക്ഷരത്തെ കുട്ടിക്ക് കൊടുക്കുന്നത് നല്ലൊരു ഗുരുനാഥനിൽ നിന്ന് വേണം. ആരായിരിക്കണം ആ ഗുരുനാഥൻ? വിദ്യ കൊടുക്കുകയും വിദ്യയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തി, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, they want to be a teachers, അധ്യാപകരായിരിക്കണം. സിനിമാ നടന്മാരെ കൊണ്ടല്ല ചെയ്യിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യകാരന്മാരെ പത്രപ്രവർത്തകരെ കൊണ്ടല്ല ചെയ്യിപ്പിക്കേണ്ടത്. ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം? അധ്യാപകർ, നല്ല മാഷന്മാർ. അല്ല, റിട്ടയർഡ് മാഷായാലും കുഴപ്പമില്ല, കുറേ കുട്ടികൾക്ക് വിദ്യ കൊടുക്കുന്ന ആളായിരിക്കണം. കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്ന അധ്യാപകരെ കൊണ്ട് വേണം കുട്ടിയുടെ നാവിൽ അക്ഷരം എഴുതിപ്പിക്കുവാൻ. മനസ്സിലായില്ല? ആ, അമ്പലത്തിലെ ശാന്തിക്കാരൻ പോലും അല്ല വേണ്ടത്. പിന്നെ ഇപ്പം അമ്പലത്തിലെ ശാന്തിക്കാർക്കൊരു ദക്ഷിണ കിട്ടും, പിന്നെ അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടാറില്ല. ശരി, ചെയ്യട്ടെ. ഒന്നുമില്ലെങ്കിലും മന്ത്രം ജപിക്കുന്ന കൈ കൊണ്ടാണല്ലോ എഴുതി കൊടുക്കുന്നത്. മാത്രം തൊട്ടുകൂടാനും തീണ്ടലില്ലായ്മയും ഇല്ല, മാറ്റി വെച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ. കുട്ടിയുടെ നാവിലും കുട്ടിയുടെ ഉണ്ണിയിലൊക്കെ തൊടാനുള്ള ഭാഗ്യം ആ ശാന്തിക്കാരൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് നടത്തട്ടെ. ആ അസ്പൃശ്യതയൊക്കെ മാറട്ടെ, തൊട്ടുകൂടായ്മ നീണ്ടതൊക്കെ മാറട്ടെ, നല്ല കാര്യമാണ്, ചെയ്യട്ടെ. അതുകൊണ്ട് ശാന്തിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെ നമ്മൾ ഒരിക്കലും എതിർക്കാറില്ല, സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അങ്ങനെ ആ കുട്ടിയുടെ നാവിൽ അക്ഷരം എഴുതിപ്പിക്കണം. എത്ര അക്ഷരം എഴുതും? ഹരി ശ്രീ ഗണപതയേ നമ, അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്ന അക്ഷരം. അപ്പോൾ 25 അക്ഷരം, 26 അക്ഷരം അല്ലേ? അപ്പോൾ 26 അക്ഷരം കൃത്യമായിട്ട് വരും. ക ഹരി, ക ഖ ഗ ഘ ങ ച ഛ ജ ജ ഞ ഠ. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കായ്ക്ക ഗായിക്ക ഞായിഞ്ഞ ഞായിഞ്ഞ. എന്തിനാ ഇത്? കായ്ക്ക്. ആ, കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന ഒരാൾ തന്നെ പറയുക, അമ്മമ്മ ഇങ്ങനെ പഠിപ്പിച്ചത് കായ്ക്ക. കായ്ക്കല്ല, അത് പഴം കായ്ക്കും, വാഴയിലോ മുകളിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാവും. ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ. അങ്ങനെ ക്രമപ്രകാരം അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിൽ നിന്ന് ശബ്ദമുയരണം, നാഡികൾ ഞെട്ടി തെളിഞ്ഞ് ഉണരണം. മൂലാധാരം മുതൽ കാലിൻ്റെ തള്ളവിരൽ മുതൽ ഇങ്ങോട്ട് ഉണർന്നു വരണം അക്ഷരങ്ങൾ കുട്ടി ജപിക്കുമ്പോൾ. അങ്ങനെ ജപിച്ച് സഹസ്രാരപത്മം വരെ ഉണരണം. അങ്ങനെ അക്ഷരമൂർത്തിയായി തീരണം ഒരു കുഞ്ഞ്. ഒരു കുട്ടി ആരായി തീരണം? അക്ഷരമൂർത്തിയായി തീരണം. അതാണ് സനാതനധർമ്മം. അല്ലാണ്ട് ഈ കാണിക്കുന്ന കുരുത്തക്കടൊന്നുമല്ല. സനാതനധർമ്മം ഈ കെട്ടിത്തുറന്നൊന്നുമല്ല. ഓരോ മനുഷ്യരും അക്ഷരസ്വരൂപന്മാരാക്കി തീർക്കുന്ന മതത്തിൻ്റെ പേര്, ധർമ്മശാസ്ത്രത്തിൻ്റെ പേര് ഹിന്ദുധർമ്മം, ഹൈന്ദവധർമ്മം, സനാതനധർമ്മം എന്ന് വിളിക്കുന്നത്. ഓരോ വ്യക്തിയും അക്ഷരമൂർത്തികളായി തീരണം. അല്ലാണ്ട് സ്കൂളിൽ പോകാതിരിക്കുന്ന ആൾക്കാരെ ഹിന്ദു എന്ന് വിളിക്കരുത്, പഠിക്കാൻ മടിയുള്ളവരെ ഹിന്ദു എന്ന് വിളിക്കരുത്. സനാതനധർമ്മ വിശ്വാസിയാണെങ്കിൽ അവൻ പഠിക്കണം, വിദ്യ ചെയ്യണം, വിദ്യാഭ്യാസം വേണം, വിദ്യ ആഭാസമാവരുത്. അങ്ങനെ വിദ്യാരംഭം ചെയ്യുന്ന ഗുരുനാഥനിൽ നിന്ന് ഉപനയനം കഴിക്കുക എന്ന് പറഞ്ഞ, ഉപനയനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് ഉപനയനം. കണ്ണട,
ഉപനയനം, വേറൊരു കണ്ണ്, ഇതിൻ്റെ ഉപനയനം എന്ന് പറയും. ഇത് വെച്ചുകൊണ്ട് നോക്കിക്കാണാം. ആ ഉപനയനം എന്ന് പറയുന്ന സാധനത്തിനകത്ത് എനിക്കൊരു ഗുരുനാഥനുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഗുരുനാഥൻ്റെ ഗർഭപാത്രത്തിൽ 3 ദിനരാത്രങ്ങൾ കഴിയണം. എത്ര ദിവസം കഴിയണം ഗുരുനാഥൻ്റെ ഗർഭപാത്രത്തിൽ? 3 ദിവസം. ഗുരുനാഥന് ഗർഭപാത്രം ഉണ്ടോ? ഉണ്ട്. അമ്മയ്ക്ക് മാത്രമല്ല ഗർഭപാത്രം, ഗുരുനാഥനും ഗർഭപാത്രമുണ്ട്. ഗുരുനാഥൻ്റെ ഗർഭപാത്രത്തിൽ 3 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ 3 അഴിയുള്ള നൂല് കിട്ടും. ഈ 3 അഴിയുള്ള നൂല്, ഇത് നമ്പൂരിയുടെ ലക്ഷണമല്ല, ബ്രാഹ്മണന്റെ ലക്ഷണമല്ല. ഇത് 1 മന്ത്രാനുഷ്ഠാനം ചെയ്യുവാൻ, 2 വേദം പഠിക്കുവാൻ, 3 യജ്ഞം പഠിക്കുവാൻ, ഈ 3 പഠിപ്പിനുള്ള അധികാരം തരുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ പൂണ് നൂൽ അല്ലെ പൂണ്ട നൂൽ എന്ന് പറയുന്ന സാധനം കഴുത്തിൽ ഗുരുനാഥൻ ഇട്ട് തന്നത്. എനിക്കൊരു ഗുരുനാഥനുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ പൂണ് നൂൽ അല്ലെ പൂണ്ട നൂൽ. അല്ലാണ്ട് എൻ്റെ ജാതിയുടെ പേരല്ല ഇത്. ഇതിനെക്കുറിച്ച് ശരിക്കും പഠിക്കാത്ത പലരും ഇത് ജാതി ചിഹ്നമാണെന്ന് പ്രഖ്യാപിച്ച മഹാന്മാർ വരെയുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തിനാണ് പൂണൂൽ ഇടുന്നത്? അവർ കണ്ടത് ജാതിയുടെ ചിഹ്നമായിട്ടാണ് പൂണൂൽ. ഇപ്പോഴ് ഈഴവ സമുദായത്തിൽ ധാരാളം പേർ ഈ പൂണുനൂലിട്ടിട്ടുള്ള പൂജാരിമാരുണ്ട്. നായർ സമുദായത്തിൽ ധാരാളം പേർ ഈ 3 അഴിയുള്ള നൂലിട്ടിട്ടുള്ള പൂജാരിമാരുണ്ട്. വിശ്വകർമ്മ സമുദായത്തിൽ ഈ പൂണിലിട്ട ധാരാളം പേരുണ്ട്. പുലയ സമുദായത്തിൽ ധാരാളം പേരുണ്ട് പൂണൂലിട്ടവർ. ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാം. ഞാൻ 1000ഓളം പേർക്ക് പൂണൂലിട്ട് കൊടുത്തിട്ടുണ്ട്. 1000ഓളം പേർ. അത് ജാതി നോക്കിയിട്ടല്ല, അവൻ്റെ അച്ഛൻ ഏത് ജാതിയാണെന്ന് നോക്കിയിട്ടല്ല. അവൻ ബ്രഹ്മവിദ്യ പഠിക്കാൻ വന്നു, ഈശ്വരീയ മാർഗം പഠിക്കാൻ വന്നു, അവൻ പൂജ പഠിക്കാൻ വന്നു, വേദം പഠിക്കാൻ വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവനൊരു പൂണുനൂലിട്ട് കൊടുത്തു. ആ പൂണുനൂലാണ് പൂണ്ട നൂൽ. അമ്മയുടെ ഗർഭപാത്രത്തിൽ തൻ്റെ തലക്ക് ചുറ്റും കിടക്കുന്ന ഒരു നൂലുണ്ട്. ആ നൂലിന് പകരം പുറത്തു വന്നതിന് ശേഷം ഗുരുനാഥൻ ഒരു നൂലിങ്ങനെ തലക്ക് ചുറ്റി ഇട്ട് കൊടുക്കുന്നു. അതാണ് പൂണുനൂൽ. അതിനെ നമ്മുടെ ആചാര്യ നരേന്ദ്രഭൂഷൺ പറയും പൂണ്ട നൂൽ. അദ്ദേഹം മരിച്ചുപോയി. ചെങ്ങന്നൂരുകാരനായ ആചാര്യ നരേന്ദ്രഭൂഷൺ. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. വേദങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞ്, ഈ അമ്പലത്തിലൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും പ്രസംഗിക്കാനൊക്കെ. വേദങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാത്മാവാണ് അദ്ദേഹം. പറയും പൂണ്ട നൂൽ, പൂട് നൂൽ, പുണ്യനൂൽ എന്നൊക്കെ പറയാം. ഈ നൂൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചുമ്മാ ഇങ്ങനെ ഇട്ട് നടക്കുകയാണ് ഫാഷൻ ഡിസൈനർ. ഈ ഫാഷനായിട്ട് ചില ആൾക്കാർ ഫാഷനായിട്ട് ഇടുന്നവരുണ്ട്. അങ്ങനെ ഫാഷനായിട്ട് ഇടുന്ന സാധനമാണോ പൂണൂല്? ഈ പൂണുനൂല് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു പ്രാരബ്ധ. ഈ പൂണുനൂല് കിട്ടിക്കഴിഞ്ഞാൽ പ്രാരബ്ധം തുടങ്ങി. എന്താ പ്രാരബ്ധം? 3 നേരം ഈ നൂല് പിടിച്ച് തർപ്പണം ചെയ്യണം. ദേവാൻ തർപ്പയാമി, ദേവാൻ തർപ്പയാമി, ദേവഗണം തർപ്പയാമി, ഋഷിൻ തർപ്പയാമി, ഋഷിൻ തർപ്പയാമി, ഋഷിഗണാൻ തർപ്പയാമി, ഋഷിഗണാൻ തർപ്പയാമി. പിതൃക്കൾക്ക് തർപ്പണം ചെയ്യണം ദിവസം ഈ പൂണുനൂല് പിടിച്ചിട്ട്. പിതൃൻ തർപ്പയാമി, പിതൃൻ തർപ്പയാമി. പിതൃഗണങ്ങൾക്ക് തർപ്പണം ചെയ്യണം. പിതൃഗണാൻ തർപ്പയാമി, പിതൃഗണാൻ തർപ്പയാമി. ഇങ്ങനെ തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധന, അല്ലാണ്ട് നമ്പൂരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടിടുന്ന ഊണുനൂലല്ല. ഇപ്പം പലരും ഊണ് കിട്ടും ഊണൂലിട്ടവരെ കണ്ടാൽ എന്ന് വിചാരിച്ചിട്ട് ചിലർ ഊണൂലിടുന്ന ആൾക്കാരുണ്ട്. കാരണം ഊണൂലിട്ടിട്ട് പോയാൽ ഊണ് കിട്ടും. പണ്ടൊക്കെ അങ്ങനെയാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഊണൊഴിച്ചാലൊന്നും ഊണൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് ഊണിനുള്ള നൂലല്ല, തർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ ചെയ്യാനുള്ള നൂലാണ്. ദിവസവും 3 നേരം, രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം. എന്ത് കഷ്ടപ്പാട് ആലോചിച്ച് നോക്ക്. ഈ നൂല് കിട്ടിക്കഴിഞ്ഞാൽ ഗതികേട് നോക്കണം. ഈ നൂല് കിട്ടിക്കഴിഞ്ഞാൽ 3 നേരം, രാവിലെ, ഉച്ചക്കും വൈകുന്നേരവും ഈ നൂല് പിടിച്ച് തർപ്പണം ചെയ്യണം. ചെയ്യാൻ സാധിക്കുമോ? ഈ പ്രാരബ്ധം കയ്യിലാണെന്ന് വെച്ചിട്ട് പലരും ഇത് ഉപേക്ഷിച്ചിട്ട് പോയി.
അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ഹിന്ദുക്കളും പൂണൂലിട്ടിരുന്നു. ആ പൂണൂലിട്ടുന്ന ഹിന്ദുക്കൾക്ക് ഈ പ്രാരബ്ധമൊന്നും കഴിയില്ല. തർപ്പണം ചെയ്യാൻ രാവിലെ ഉച്ചക്കും വൈകുന്നേരം തർപ്പണം ചെയ്യണം, രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, ഗായത്രി ഛന്ദസ്സോട് ജപിക്കണം, സൂര്യനെ നോക്കി നമസ്കരിക്കണം, മുങ്ങി കുളിക്കണം. ഇതൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോയവരെ അവരിപ്പോൾ പൂണൂലിടാതെ നടക്കുന്നവർ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം പേരും സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ത്യാഗപൂർവ്വം കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ ഇതൊക്കെ ഇപ്പോൾ ആചരിച്ചു വരുന്നു. ഇപ്പോൾ ആചരണത്തിൽ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ 68 വയസ്സായി. അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു, പൂണൂലിടണം, സന്ധ്യാവന്ദനം ചെയ്യണം, എനിക്ക് ബ്രാഹ്മണരെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നു. ഞാൻ പറഞ്ഞു, 68-ാം വയസ്സിൽ ചേട്ടൻ എന്ത് ചെയ്യണം? ചേട്ടൻ രാവിലെ എഴുന്നിട്ട് കുളിക്കാനൊക്കെ കഴിയും, അതൊക്കെ ഞാൻ ചെയ്തോളാം. സ്വാമി എനിക്കൊരു പൂണൂലിട്ട് തരണം. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇട്ടുതരാം. പക്ഷെ ആചാരങ്ങളൊക്കെ ചെയ്യണം, അല്ലാണ്ട് പൂണൂലിട്ടിട്ട് ഈ വേഷം കെട്ടി നടന്നാൽ പോരാ. ആചരണങ്ങളൊക്കെ ചെയ്യണം, ആചരണങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ ഇട്ടുതരാം. സമ്മതമായി. അങ്ങനെ പൂണൂലിട്ട് 68-ാമത്തെ വയസ്സിലേ. ഇത് ശരിക്കും ചെയ്യേണ്ടത് എപ്പോഴാണ്? ചെറുപ്പത്തിൽ 5-ാം വയസ്സിൽ ചെയ്യണം, അല്ലെ 11-ാം വയസ്സിൽ ചെയ്യേണ്ട കർമ്മമാണ് പൂണുനൂൽ സംസ്കാരം. അങ്ങനെ പൂണുനൂൽ സംസ്കാരം സ്വീകരിച്ച വ്യക്തിക്ക് ഒരു ഗുരുനാഥനുണ്ട് എന്ന് ഉറപ്പിക്കാം, അടിവരയിട്ട് ഉറപ്പിക്കണം. ആര് പൂണുനൂലിട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുക, അദ്ദേഹം ഒരു ഗുരുപരമ്പരയുടെ പ്രതീകമാണ്, അദ്ദേഹത്തിന് ഗുരുനാഥനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന സംസ്കാരങ്ങളൊക്കെ, അദ്ദേഹം അധർമ്മം ചെയ്താൽ, അദ്ദേഹം അനീതി പ്രവർത്തിച്ചാൽ ആരെക്കൂടി ബാധിക്കും? തൻ്റെ ഗുരുവിനെ കൂടി ബാധിക്കും. അപ്പോൾ പൂണൂലിട്ടവർ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൂടാ എന്നാണ്. പൂണൂലിട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ പാടില്ല? ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൂടാ. കാരണം എന്തുകൊണ്ടാണ്? താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം തൻ്റെ ഗുരുനാഥന് ബാധയായിട്ട് വരും. ആരുടെ നിന്നെയൊക്കെ ബ്രാഹ്മണനാക്കി പൂണൂലിട്ട് വന്നതെന്ന് ചോദിക്കും, തന്തയും തള്ളയും ചോദിക്കുന്നത് പോലെ ചോദിക്കും. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചതിന് ശേഷം 2ാമത്തെ ജന്മം നൽകുന്നത് ഗുരുനാഥനാണ്. അതുകൊണ്ട് അവനെ എന്ത് വിളിക്കുന്നു? ദ്വിജൻ എന്ന് വിളിക്കുന്നു. 2ാം ജന്മം സ്വീകരിച്ചത് എന്താ വിളിക്കുക? ദ്വിജൻ. ദ്വിജൻ എന്ന് പറഞ്ഞാൽ 2ാമത് ജനിച്ചവൻ. എവിടെയാണ് ജനിച്ചത്? ഗുരുനാഥൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ചു. 2ാമത്. എന്തിനാ ജനിച്ചത്? അതിൻ്റെ മന്ത്രമുണ്ട്. എന്താ മന്ത്രം? യജ്ഞോപവീതം. ഇത് ധരിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമാണ്. യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേരിൽ സഹജം പുരസ്താൽ ആയുഷ്യമഭ്യം പ്രതിമഞ്ച ശുഭ്രം യജ്ഞത്വാൽ യജ്ഞേന യജ്ഞാർത്ഥം ഉപനശ്യാമി. ഞാൻ എൻ്റെ ഗുരുനാഥനാൽ നയിക്കപ്പെടുന്നു എന്ന് മന്ത്രം ചൊല്ലിയിട്ട് വേണം ഈ പൂണൂലെടുത്ത് കഴുത്തിലിടാൻ. യജ്ഞത്തിന് വേണ്ടിയാണ്, യജ്ഞങ്ങൾ നിർവഹിക്കുവാനാണ്. മനസ്സിലായ? ഇപ്പം നിങ്ങൾ തിരുത്തിയ മനസ്സിൽ ജാതിയുടെ ചിഹ്നം നമ്പൂരിയുടെ പൂണൂല് എന്ന് പറഞ്ഞ് എഴുതി വെച്ചത് മായ്ച്ചു കളഞ്ഞോ? റബ്ബർ കൊണ്ട് അല്ലെങ്കിൽ വൈറ്റ് റബ്ബർ കൊണ്ടൊന്നും അതിൻ്റെ മേലെ കൂടി ഒന്ന് വരച്ചേക്കണം കേട്ടോ. വരച്ച അല്ല അതിനെ കൊണ്ട് പാടിക്കൊണ്ടിരിക്കുമോ? നമ്മുടെ ഹിന്ദുക്കൾക്ക് അങ്ങനെ സുഖമുണ്ട്. ചില പാട്ട് പാടിക്കഴിഞ്ഞാൽ മാറ്റാൻ വിഷമം. ഈ പാടി തന്നെ പാടിക്കൊണ്ടിരിക്കും ആദ്യമാണ്. ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്, സ്വാമി വടക്കെത്തിക്കണ്ട അങ്ങനെ സ്വാമി ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷം 100ആയി. തെക്കോട്ട് കത്തിക്കണോ വടക്കോട്ട് കത്തിക്കണോ? ഇടത്തോട്ട് കത്തിക്കണോ തെക്കോട്ട് കത്തിക്കണോ? ഏത് വശത്ത് നീ വിളക്ക് കത്തിച്ചാൽ എങ്ങനെ? വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. തെക്ക് കത്തിച്ചു പോലും വടക്ക് കത്തിച്ചു പോലും ഒരു തിരിയിടണോ 2 തിരിയിടണോ 5 തിരിയിടണോ 10 തിരിയിടണോ? ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷം നൂറ്റാണ്ടുകളായി. അന്ന് മുതൽ ഇന്നോളം ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്തൊക്കെ ചോദിക്കാമെന്ന് ചോദിച്ചാൽ ഉടനെ അമ്മമാരെ എഴുതി സ്വാമി വിളക്ക് കത്തിക്കേണ്ടത് തെക്കോട്ടോ വടക്കോട്ടോ തുടങ്ങി. ഞാൻ പറയും പ്ലീസ് ഇരിക്കും നിൽക്ക്. ഇത് പറയാൻ തുടങ്ങി മറുപടി പറഞ്ഞ് ഞാൻ തലമ്പിച്ചു, തോറ്റു. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എങ്ങോട്ട് വേണം കത്തിക്കും. ഒരു തിരിയിടണോ 2? എത്ര തിരി നിൻ്റെ വീട്ടിലുണ്ടോ ആ തിരിയുടെ ഒരു തിരിയാ ഒരു തിരി, 2 തിരിയാ 2 തിരി.
നെയ്യ് ഒഴിക്കണോ എണ്ണ ഒഴിക്കണോ എന്ത് വേണം കൊഴിക്കേ. എന്തൊരു കഷ്ടാണത്. ഇങ്ങനെ ഹിന്ദുക്കളുടെ സംശയം മരണം വരെ തീരില്ല. എന്നും സംശയരോഗികളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത. അതാണ് ഹിന്ദു സംസ്കാരത്തിലെ ജനങ്ങളുടെ ഒരു ദുരവസ്ഥ. അപ്പോൾ ഇവിടെ പുനരം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അയാൾ വിദ്യാരംഭം തുടങ്ങണം. 10-15 വർഷം 20 വർഷത്തോളം അയാൾ പഠിക്കണം. അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തോടുള്ള പ്രേമസല്ലാപം കൊണ്ട് നടക്കരുത്. പഠിക്കുക തന്നെ വേണം, വിദ്യാഭ്യാസം തന്നെ ചെയ്യണം. അല്ലാണ്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ കളി കളിച്ച് ജീവിതം പാഴാക്കരുത്. അവിടെ പോയിട്ട് പഠിക്കേണ്ടവർ പഠിച്ചു തന്നെ വളരണം. അങ്ങനെ പഠിച്ച് മിടുക്കന്മാരായി വളർന്നതിന് ശേഷം എന്ത് ചെയ്യണം? സമാവർത്തനം നടത്തണം. സമാവർത്തനം നടത്തി സർട്ടിഫിക്കറ്റ് നേടിയതിന് ശേഷം മാത്രമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ജീവിതം പാഴാക്കരുത്. അങ്ങനെ ആവേശം കയറിയിട്ടുള്ള കുട്ടികൾ പലതും ഇപ്പം കഷ്ടപ്പെടുന്നുണ്ട്, നരകിക്കുന്നുണ്ട്. ഞാൻ ഓരോ സപ്താഹ വേദിയിൽ പോയി കഴിഞ്ഞാൽ ചില പെൺകുട്ടികളൊക്കെ വന്ന് കരഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി ഞാൻ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി, എൻ്റെ പഠിപ്പ് പൂർത്തിയായിട്ടില്ല സ്വാമി, അവന് ഇപ്പോൾ ദരിദ്രവാസി, ഞാനും ദരിദ്രവാസി, ജീവിക്കാൻ ഭംഗിയില്ല സ്വാമി, എന്തെങ്കിലും ഒരു മാർഗം ഉപദേശിച്ചാൽ, എന്തെങ്കിലും പൂജയുണ്ടോ, എന്തെങ്കിലും മന്ത്രമുണ്ടോ? ഞാൻ പറഞ്ഞു ഇതിന് മന്ത്രവുമില്ല കുന്ത്രവുമില്ല ഒന്നുമില്ല, ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. മന്ത്രം ചോദിച്ചുകൊണ്ടൊന്നും ഇതിന് പരിഹാരമൊന്നും ആവില്ല. ജീവിതം കൊണ്ട് തുലച്ച് നശിപ്പിച്ചിട്ട് ഇപ്പം മന്ത്രമുണ്ടോ കുന്ത്രമുണ്ടോ എന്ന് പറഞ്ഞ് അന്വേഷിച്ചിട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് മന്ത്രം ചോദിച്ചാൽ അമ്പലത്തിൽ പോയി തൊഴിൽ നോക്കും, ഇവരോട് പ്രാർത്ഥിക്കും, ഭഗവാൻ ചിലപ്പോൾ രക്ഷിക്കും. മാജിക്കാരനാണല്ലോ, അദ്ദേഹം ചിലപ്പോൾ രക്ഷിച്ചു തരും. അതുകൊണ്ട് പോകാൻ പറയും. അപ്പോൾ നമ്മൾ സമാവർത്തനം കഴിഞ്ഞാൽ വിവാഹം എങ്ങനെ നടത്തണം എന്നുള്ളത് നമുക്ക് രുക്മിണി സ്വയംവരായ ദിവസം പറയാം. അത്ര വരെ നമുക്കിത് സ്റ്റേ കൊടുക്കാം, ഈ സംസ്കാരങ്ങൾ. രുക്മിണി സ്വയംവര ദിവസം നമുക്ക് എന്താണ് വിവാഹം, എന്തിനാണ് വിവാഹം എങ്ങനെയാണ് നടത്തേണ്ടത്, ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിവാഹ സമ്പ്രദായം അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട്. വിവാഹം എങ്ങനെ നടത്തണം, വിവാഹ ചടങ്ങുകൾ നടത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം എന്തൊക്കെയാണ്, എങ്ങനെ ആചരണങ്ങൾ ചൊല്ലണം എന്നൊക്കെ കൃത്യമായിട്ട് ഗുരുദേവൻ തന്നെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വിവാഹ ചടങ്ങുകളെക്കുറിച്ച് പിന്നീട് പറയാം. ഇപ്പം നമുക്ക് നാമജപ സങ്കീർത്തനം സമർപ്പിക്കാം.